ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ക്ലീനിങ്ങും റെസിപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ്. അപ്പോൾ അതൊരു 15 മിനിറ്റൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ മാറ്റി വെച്ച് പിന്നെ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം നല്ല ടേസ്റ്റിൽ. പിന്നെ ഞാൻ പെട്ടെന്ന് അതുപോലെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഈ തൊലി കളയാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഈ തൊലിയൊക്കെ കളയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എല്ലാവരും അത് റെഡിയാക്കാത്തത്. അതുകൊണ്ട് ഇതുപോലെ ഒരു 4 വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ അത് 4 വിസിൽ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ചക്കക്കുരു നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എളുപ്പത്തിൽ മാറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് തൊലി ഇളക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആണ് ഈ തൊലിയെല്ലാം എടുത്ത് കളയുന്നത് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി അത് നമുക്കത് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതുപോലെ ഞാൻ ഒരു സവാളേനെ എടുത്തിട്ടുള്ളത്. സവാളയോ ചെറിയ ഉള്ളിയോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളിയാണെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടും. ഇനി ഇതാ നമുക്ക് ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ വരുമല്ലോ ചക്കക്കുരു കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കും ഒരു 2 അല്ലി, ഒത്തിരി വേണ്ട, 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് അതിലേക്കിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത്, ഞാൻ ചക്കക്കുരു വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക നമ്മുടെ സവാളയും ഈ വെളുത്തുള്ളിയും കൂടെ. ഇനി അത് വഴണ്ട് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. പൊടി ഐറ്റമായിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്ര തന്നെ എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു അതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം വെന്ത് ചക്കക്കുരു ആയിരിക്കണം കേട്ടോ, വേവണം. ഇല്ലെങ്കിൽ ഇപ്പോൾ അഥവാ കുക്കറിൽ വേവിച്ച് വെന്തില്ലെങ്കിൽ ഈ സമയത്ത് ഒന്ന് വേവിച്ചെടുക്കുക. എനിക്കിത് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്ത് മസാലയൊക്കെ മിക്സ് ചെയ്ത് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എടുക്കുക. അപ്പം മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി നല്ല പച്ച മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നല്ല പുളിയുള്ള മാങ്ങയാണ്, നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഞാൻ കുക്കറിൽ ഒരു 3 മാങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് വെന്ത് വരുമ്പോൾ നമുക്കതിൻ്റെ അരപ്പൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഇതാ 1 കപ്പ് തേങ്ങയും ഒരു 4 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി, അല്പം ജീരകവും നമ്മുടെ എരിവിന് വേണ്ടി മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ല അരച്ചെടുത്താലേ അതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാങ്ങ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ചിട്ട് അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ഇല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പും മഞ്ഞളൊക്കെ കുറവുണ്ടെങ്കിൽ ഒക്കെ ഇട്ട് ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുക കേട്ടോ. തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് കടുകും കൂടെ ഒന്ന് താളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും പെട്ടെന്നായി കിട്ടുമല്ലോ. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി, നമ്മുടെ കയ്യിലുള്ള മുളകൊക്കെ ഇടുന്ന താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഇട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ചൂടായ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളപ്പിക്കരുത്, ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നില്ലേ മീൻ, അപ്പോൾ അത് മസാലയൊക്കെ നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൽ ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ട് വരും. ഇനി ഇതുപോലെ ഒരു പരന്ന പാനിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ജോലി എളുപ്പമാവും. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, ഓയിലും വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞാൻ അതെല്ലാം ഒന്ന് ഇട്ട് ഒരു 5 മിനിറ്റ് വച്ചിരിക്കുക ചെറിയ തീയിൽ. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും, കരിഞ്ഞും പോകില്ല, കറക്റ്റ് സമയമായിരിക്കും കേട്ടോ. ഇനി അത് മറിച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പം നമ്മുടെ മീൻ ഫ്രൈയും റെഡിയായി. അപ്പം നമ്മളെ ഉച്ചയുള്ള ഏകദേശം ഐറ്റങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു മെഴുക്ക് പുരട്ടി കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതൊക്കെ ഒരു കേബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട്, അപ്പോൾ അതിന് ഇരുന്നാൽ ചീത്തയായിപ്പോൾ. അതുകൊണ്ട് ഞാൻ കേബേജും സവാളയും ഒരു പച്ചമുളകും കൂടെ
ചെറുതായിട്ട് കട്ട് ചെയ്ത് ഓയിലൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ അത് റെഡിയായി. അപ്പോൾ അതാ ഇന്നത്തെ ഉച്ചയൂണൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ കുക്കറും കൂടെ ഞാനൊന്ന് ഒഴിച്ച് മാറ്റിയാണ് കേട്ടോ. അതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയാണ്. അപ്പം നമ്മുടെ ചോറ് റെഡിയായി. ദാ ചക്കക്കുരു മെഴുക്ക് പുരട്ടി, മീൻ ഫ്രൈ, കേബേജ് മെഴുക്ക് പുരട്ടി, മാങ്ങാക്കറി. അടിപൊളി ടേസ്റ്റാണ്. മാങ്ങാക്കറി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് മതി. അങ്ങനെ ഇനി മാങ്ങാക്കറിയൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് മീൻ ഫ്രൈ ഒക്കെ കൂട്ടി അവർ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് നമ്മുടെ വലിയ പാത്രങ്ങളുണ്ടല്ലോ, കുക്കറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് കുളിച്ചിട്ട് വരുമ്പോൾ പിന്നെ ആ ചോറ് കഴിക്കുന്ന പാത്രമൊക്കെ അല്ലേ കാണുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വലിയ വലിയ പാത്രങ്ങളൊക്കെ മുമ്പേ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എളുപ്പമാവും. പിന്നെ നമ്മൾ ജോലി ഈസി ആവുമല്ലോ. എപ്പോഴും വന്ന് ഇങ്ങനെ കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അങ്ങ് ഒന്ന് കഴുകി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ആദ്യം ഒരു മടി തോന്നുമായിരിക്കും, പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമ്മൾ അപ്പം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ ആ കുക്കറൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി കഴുകി ഒന്ന് കമത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ വൈകിട്ടാകുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് ഉണങ്ങി കിട്ടുമ്പോൾ നമുക്ക് കിച്ചൺ കബോർഡിനകത്തൊക്കെ വയ്ക്കാമല്ലോ. നമ്മൾ ആ സമയത്ത് കഴുകിയിട്ട് പിന്നെ കമത്തിയൊക്കെ വയ്ക്കുമ്പം അത് വെള്ളമൊക്കെ വീണ് ഒരു സ്മെല്ലൊക്കെ അടിക്കും. അതുകൊണ്ട് ആ ഫുഡൊക്കെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇതുപോലെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പം നമുക്ക് കുക്കറൊക്കെ അതായത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് പിന്നെ ഇതാ അതിൻ്റെ ടേബിളൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച്. കുറച്ച് ദിവസമായി നല്ല പൊടിയുണ്ട്. നമ്മൾ ആ ചക്കക്കുരുവൊക്കെ തൊളിച്ചത് ഇവിടെ ഇരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കില്ല, എന്നാലും നമ്മളെ വീട്ടിൽ കിടക്കുന്ന ഡൈനിങ് ടേബിളില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം. അപ്പോൾ അത് കാണുമ്പോഴേ നമുക്കൊരു ഇതായിരിക്കുമല്ലോ, വൃത്തിയായിട്ട് കിടക്കുന്നത് എപ്പോഴും. അങ്ങനെ നല്ലതായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തു. ഇനി നമ്മുടെ വാഷ് ബേസ് ഉണ്ട്, അത് ഞാൻ 2-3 ദിവസമായി ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അതിൽ അത്ര അഴുക്കില്ലെന്ന് തോന്നുന്നു, പക്ഷേ അഴുക്കുണ്ട് കേട്ടോ, കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. അത് നമ്മളെന്നും ഉപയോഗിക്കുന്നതായതുകൊണ്ട് അത് നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടുക കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ പ്രത്യേകിച്ച് നല്ല നീറ്റാക്കി ഇടുക. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്താൽ പിന്നെ കുളി കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇതല്ലേ. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതാ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മണമുള്ള ഒരു ഐറ്റം ഉണ്ട് ഇതുപോലെ കഴുകുക കേട്ടോ. നല്ലൊരു സ്മെല്ല് കിട്ടും നമുക്ക് അവിടെ വരുമ്പോൾ നമ്മൾ ഹാളിലൊക്കെ. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.